നമ്മുടെ രാജ്യത്തിന് പറ്റിയത് എന്താണെന്നതിന്റെ ഉത്തരം അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല എന്നതാണ്. വേദേതിഹാസാദി വിഭൂതിയെല്ലാം മേൽജാതിതൻ പൈതൃകമായിരുന്നു. അവര് പക്ഷെ ഒരു പണിയെടുക്കില്ല, മുറുക്കി തുപ്പി കുമ്പേ കുലിക്ക് വെടി പറഞ്ഞിങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരു പണിയെടുക്കില്ല. ഈ ടീം എന്നാ പണിയെടുക്കുന്നവർക്ക് സ്കൂളിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ആർക്ക്? ശൂദ്രന് പോലും പ്രവേശനമില്ല. ആരാ ശൂദ്രൻ? ശൂദ്രൻ എന്ന് പറഞ്ഞാൽ നായര്, നമ്പ്യാർ, ഈഴവൻ അല്ല നായര്, നമ്പ്യാർ, അടിയോടി, കിടാവ്, പൊതുവാളെല്ലാം ശൂദ്രന്മാരാ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈഴവരും തീയരും വാണിയരൊന്നും ബ്രഹ്മാവ് ഉണ്ടാക്കിയതല്ലെന്നർത്ഥം. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ബ്രാഹ്മണൻ, കയ്യിൽ നിന്ന് ക്ഷത്രിയൻ, തൊടേന്ന് വൈശ്യൻ, കാലിനടിയിൽ നിന്ന് ശൂദ്രൻ എന്നല്ലേ പറഞ്ഞേ. ബാക്കിയുള്ളവരിൽ ആരുണ്ടാക്കി? തമിഴ്നാട്ടിലെ നവോത്ഥാന നായകൻ CV രാമസ്വാമി നായിക്കർ പറഞ്ഞു, ബാക്കിയുള്ളവരെല്ലാം അവനവന്റെ തന്തക്കുണ്ടായതാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ തമിഴ്നാട്ടുകാര് തന്തൈ പെരിയാർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഈ നായർക്കും നമ്പ്യാർക്കും പോലും ശൂദ്രൻ അക്ഷര സംയുക്ത ദൂരത പരിവർജിയിൽ അക്ഷരം കേൾക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയിൽ ബാക്കിയുള്ളവർക്ക് അറിവുണ്ടോ? ഇല്ല. ഈ രാജ്യം തകർന്നു പോയത് അറിവും അധ്വാനവും കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ കേരളം വളർന്നത് എങ്ങനെയാണ്? ഇന്ത്യ രാജ്യം വേറെ, കേരളം വേറെയായിട്ട് നിൽക്കുന്നത് അഭിമാനത്തോടു കൂടി ഏത് പാർട്ടിക്കാരനും കാണണ്ടേ? ഇപ്പൊ കുറെ ആളുകളുണ്ട് കേരളം വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും എത്രയുള്ളത്? പകുതിയിൽ താഴെയല്ലേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മലയാളികളല്ലേ. അവരെല്ലാം കേരളത്തെ ഇങ്ങനെ കുറവാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ